വേറെ എന്ത് വഴിയാ ഉള്ളത്? പ്ലീസ് പറയൂ. ദേവേന്ദ്രൻ അപേക്ഷ സ്വരത്തിൽ അയാളോട് പറഞ്ഞു. ബട്ട് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ രഹസ്യമായൊരു കാര്യമാണ്. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ വൈസ് കിങ്സ് ഗ്രൂപ്പിൽ ചേരുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പച്ചമരുന്നുകളും അവിടെ നിന്ന് കിട്ടും. അത് കേട്ടതും വിശ്വാസം വരാത്തതുപോലെ ദേവേന്ദ്രൻ അയാളെ നോക്കി. നിങ്ങളെന്താ കളി പറയുകയാണോ? ഈ വൈസ് കിങ്സ് ഒരു കൾട്ട് ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ഇല്ലീഗലായ കമ്പനിയല്ലേ? അതിന്റെ അപകടം എന്താന്ന് എനിക്ക് നന്നായി അറിയാം. അവരോട് മുട്ടി നിൽക്കാൻ ഇപ്പോൾ എനിക്ക് പറ്റില്ല. എനിക്ക് നിങ്ങളുടെ ലൈഫ് സ്ട്രീറ്റ് കമ്പനിയുമായിട്ട് മാത്രം ഇടപാട് മതി. വൈസ് കിങ്സ് വേണ്ട. എന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. എല്ലാം അറിഞ്ഞിട്ടും നിങ്ങളിത് എന്നോട് ചോദിച്ചതെന്തിനാ? ദേവേന്ദ്രൻ രോക്ഷത്തോടെ, അതിലുപരി നിസ്സഹായതയോടെ ചോദിച്ചു. ഒരു മിനിറ്റ് വർമ്മ സാർ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം. നിങ്ങൾ കരുതുന്ന പോലെ ഞാനിപ്പോൾ ലൈറ്റ് സ്റ്റേറ്റ് കമ്പനിയിലല്ല ജോലി ചെയ്യുന്നത്. ഞാൻ 5 വർഷം മുമ്പ് വൈസ് കിങ്സിൽ ചേർന്നു. ഞാൻ ജോലിക്ക് കയറിയതിനു ശേഷം നിങ്ങളോട് പറഞ്ഞ് ടെൻഷൻ ആക്കണ്ടെന്ന് കരുതിയ ഇത്രയും നാളും ഞാൻ അത് മറച്ചുവെച്ചത്. അയാൾ പതിഞ്ഞ സ്വരത്തിൽ ദേവേന്ദ്രനോട് പറഞ്ഞു. അത് കേൾക്കെ ദേവേന്ദ്ര വർമ്മയാകെ ഞെട്ടിപ്പോയി. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ലൈറ്റ് സ്ട്രീറ്റുമായിട്ടല്ലേ ഞങ്ങൾ ഇടപാട് നടത്തിയിരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, എങ്ങനെയാ നിനക്കതിന് പറ്റിയത്? എന്തിനാ അങ്ങനെ ചെയ്തത്? ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ദേവേന്ദ്ര വർമ്മയുടെ മുഖത്ത് ഞെട്ടൽ വ്യക്തമായിരുന്നു. ഞാൻ വേറെന്താ ചെയ്യേണ്ടിയിരുന്നേ? ഏകദേശം 20 വർഷം ഞാൻ ലൈറ്റ് സ്ട്രീറ്റിൽ ജോലി ചെയ്തു എന്നല്ലാതെ എനിക്ക് വേറെന്താ അവിടെ നിന്ന് കിട്ടിയത്? ഞാൻ അവിടുത്തെ ഏറ്റവും മികച്ച ടെക് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. എന്നിട്ടും അവരെന്നെ ഒരു മനുഷ്യനായി പോലും പരിഗണിച്ചിട്ടില്ല. എന്നെക്കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും. ഒരു പ്രൊമോഷൻ പോലും എനിക്ക് തന്നിട്ടില്ല. കഷ്ടപ്പെട്ട് പണിയെടുക്കും. പക്ഷേ അതിന്റെ ഫലമൊക്കെ എനിക്ക് പകരം എന്റെ പേരിൽ വേറെ ആരെങ്കിലും വാങ്ങും. ഇത് എത്ര വർഷമെന്ന് വെച്ചാ മിണ്ടാതെ കണ്ടുകൊണ്ടിരിക്കുന്നേ? അപ്പോഴാ എനിക്ക് വൈസ് കിങ്സിന്ന് നല്ലൊരു ഓഫർ വന്നത്. വൈസ് കിങ്സിൽ എനിക്ക് കിട്ടുന്ന സാലറി എന്റെ പഴയ കമ്പനിയേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണെന്നറിയാവോ? അങ്ങനെയുള്ളപ്പോ ഞാൻ ആ പഴയ കമ്പനിയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത് വെറും മണ്ടത്തരമാണ്. ദേവേന്ദ്രൻ അമ്പരപ്പോടെ നോക്കി നിൽക്കെ അയാൾ അതെല്ലാം ആവേശത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നു. വർമ്മ സർ, ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ്. താങ്കളുടെ കുടുംബത്തെ ഇപ്പോൾ വൈസ് കിങ്സിന്റെ സംരക്ഷണത്തിലാക്കിയാൽ താങ്കൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും. അക്കാര്യത്തിൽ ഞാൻ ഉറപ്പുതരാം. പിന്നെ നിങ്ങൾ ചോദിച്ച ആ ടാബ്ലറ്റ് വേണമെങ്കിലും ഈ വഴി മാത്രമേ താങ്കൾക്ക് മുമ്പിലുള്ളൂ. കാരണം ടാബ്ലറ്റ് നിർമ്മിക്കുന്നത് ലൈറ്റ് സ്ട്രീറ്റ് കമ്പനിയല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? അയാൾ അർത്ഥമാക്കിയത് എന്താണെന്ന് മനസ്സിലാക്കിയ വർമ്മ ഒന്ന് നെടുവീർപ്പിട്ടു പോയിരുന്നു. നിങ്ങൾക്കിതൊക്കെ എത്ര നിസ്സാരമായിട്ടാ കാണാൻ പറ്റുന്നേ? എന്റെ കുടുംബത്തെ വൈസ് കിങ്സിനെ പോലൊരു ഗ്യാങ്ങിലേക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് എങ്ങനെ എത്തിക്കും? വർമ്മ വല്ലായ്മയോടെ ചോദിച്ചു. നിങ്ങൾ ഈ ചിന്തിച്ച് കൂട്ടുന്നൊക്കെ മണ്ടത്തരങ്ങളാണ്. ഇന്ന് ഈ ലോകത്തിലെ എല്ലാവരും എല്ലാത്തിനോടും മത്സരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എവിടെയും എത്തില്ല മിസ്റ്റർ. ഇനി അതല്ല നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവസാനം ഞങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് വരേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലേ? നിങ്ങൾക്ക് ലൈറ്റ് സ്ട്രീറ്റിൽ പോയി സംസാരിക്കാം. അയാൾ വർമ്മയുടെ തോളിൽ തട്ടി പറഞ്ഞു. ആ പിന്നെ വൈസ് കിങ്സിനെ പറ്റി നിങ്ങൾ ആരോടും പറയാത്തിടത്തോളം നിങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തിക്കും ഒരു ദോഷവും വരില്ല. എല്ലാവരും സേഫായിരിക്കും. അയാൾ വീണ്ടും ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ആരോടും പറയില്ല. പക്ഷേ ഞാൻ ആലോചിച്ചിട്ടൊരു തീരുമാനമെടുത്തിട്ട് ബാക്കിയുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കാം. ദേവേന്ദ്ര വർമ്മ ഒന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ പോട്ടെ. നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിയെക്കുറിച്ച് നന്നായി ആലോചിച്ചിട്ട് എന്നെ വിളിക്ക്. അത്രയും പറഞ്ഞ ശേഷം ആ വ്യക്തി തന്റെ ബ്രീഫ് കേസും എടുത്ത് അവിടെ നിന്ന് പോയി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ദേവേന്ദ്രൻ സോഫയിലിരുന്നു. ദിവസങ്ങൾക്കിപ്പുറം ജയിലിൽ യാദവ് ഒതുങ്ങിയതിന് കാരണം ഋഷിയാണെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അതോടെ ഋഷിയെ ജയിലിൽ ഹീറോയായി ആഘോഷിക്കാൻ തുടങ്ങി. കൂടാതെ ആരോടും സംസാരിക്കാത്ത ഡാർവിന്റെ ഋഷിയുമായുള്ള സൗഹൃദവും ഋഷിയിലേക്കുള്ള എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ കാരണമായി. 2 ആഴ്ച കഴിഞ്ഞിട്ടും ഡാർവിനെതിരെ ഒരു തെളിവും ശേഖരിക്കാൻ ഗൗരിക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവർക്ക് അവനെ മോചിപ്പിക്കേണ്ടി വന്നു. ഋഷി, ഞാൻ പോകുക. നീ ജയിലിൽ നിന്നും ഇറങ്ങുമ്പോൾ ഞാൻ നിന്നെ കണ്ടോളാം. അതുവരെ ഒന്ന് കാത്തിരിക്കെ.
ഋഷിയോട് യാത്ര പറഞ്ഞ് ഡാർവിൻ കുറച്ച് മുന്നോട്ട് പോയി. എന്നാൽ പെട്ടെന്ന് തിരിച്ച് നടന്നു വന്ന് ഋഷിയെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അതിനുശേഷം ഒന്നും മിണ്ടാതെ ഡാർവിൻ അവിടെ നിന്നും പോയി. എപ്പോഴും തന്നെ അകലത്തിൽ നിർത്തിയിരുന്ന ഡാർവിൻ ആദ്യമായി അങ്ങനെ പെരുമാറിയത് ഋഷിക്ക് അത്ഭുതമായിരുന്നു. ഞാൻ ഈ ജയിലിൽ വന്നതന്നെ അങ്ങേർക്ക് വേണ്ടിയാ. അങ്ങേര് പോയ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ എന്താ ചെയ്യാനാ? ഡാർവിൻ പോയി കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ലെന്ന് ഓർത്തുകൊണ്ട് ഋഷിയും ഉടനെ പുറത്തിറങ്ങാനുള്ള കാര്യങ്ങൾ ആലോചിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ഗൗരി ഋഷിയെ പുറത്തിറക്കിയിരുന്നു. അവൻ തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ഗൗരിയുടെ കോൾ വന്നു. എന്തായി ഋഷി? ഡാർവിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഗൗരി പ്രതീക്ഷയോടെ ചോദിച്ചു. ഇല്ല ഗൗരി, അയാൾ വളരെ ജാഗ്രതയോടെയാ പെരുമാറിയത്. ഏകദേശം 2 ആഴ്ചയായി ഞാൻ അങ്ങേരുടെ ഒപ്പം തന്നെയായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് വരെയായി. ബട്ട് അങ്ങേര് അങ്ങനെയൊന്നും വിട്ടു പറയുന്ന കൂട്ടത്തിലല്ല. ഞാൻ അങ്ങേരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ചികഞ്ഞെടുക്കാൻ നോക്കിയതാ. ചോദിക്കുമ്പോഴെല്ലാം അങ്ങേര് എന്തെങ്കിലും പറഞ്ഞു ഒഴിയുമായിരുന്നു. എനിക്കിതുവരെ കാര്യമായി ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഋഷി നിരാശയോടെ പറഞ്ഞു. എന്നാലും എന്തെങ്കിലും? മറുവശത്ത് ഗൗരി നേരിയ പ്രതീക്ഷയോടെ ചോദിച്ചു. തന്റെ പദ്ധതി ഇങ്ങനെ പരാജയപ്പെടുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സോറി ഗൗരി, ഡാർവിൻ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്നയാളാ. അങ്ങനെ എല്ലാം എല്ലാവരോടും പറയുന്ന കൂട്ടത്തിലല്ല. അബദ്ധത്തിൽ പോലും ആ വായിൽ നിന്ന് ഒരു വാക്ക് വീണിട്ടില്ല, ഋഷി അവളെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. മറുപടിയായി ഗൗരി ഒന്നും പറഞ്ഞില്ല. എന്നാലും എനിക്ക് പ്രതീക്ഷയുണ്ട് ഗൗരി. തീർച്ചയായും എനിക്ക് അവരെക്കുറിച്ച് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റും. ഗൗരിയുടെ നിശബ്ദത അറിഞ്ഞതും ഋഷി അവളെ സമാധാനിപ്പിക്കും വിധം പറഞ്ഞു. ഋഷി, നീ എന്താ പറയുന്നത്? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ചുമ്മാ ആർക്കെങ്കിലും അവരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എത്ര നാളായി ഞങ്ങൾ അവരെ തിരയുന്നെന്നറിയാവോ? അവർക്കെതിരെ ഒരു തെളിവ് പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഋഷി, നീ അവരോടൊന്നും അധികം അടുക്കാൻ നിൽക്കണ്ട. എത്ര അകന്നിരിക്കാൻ പറ്റുമോ അത്രയും അകന്നു മാറുക. അതാ എന്തുകൊണ്ട് നല്ലത്. ഇതുവരെ നിന്നെ സഹായിച്ചത് ഞാനായിരുന്നു. എന്റെ പ്ലാൻ ഫെയിലായി. ഇനി നീ ഇതിലൊന്നിലും ഇറങ്ങണ്ട. ഇതിവിടെ ഇപ്പം അവസാനിപ്പിച്ച് നീ നിന്റെ ശരിക്കുള്ള വർക്കിൽ ഫോക്കസ് ചെയ്യുന്നതാ നല്ലത്. ഇങ്ങനെയുള്ളവരുടെ പിറകെ പോയി എന്തെങ്കിലും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട. ഗൗരി മുന്നറിയിപ്പ് നൽകി ഫോൺ കട്ട് ചെയ്തു. ശേ, ഇതിങ്ങനെ പാതി വഴിയിലിട്ടിട്ട് പോകാനാണോ ഞാൻ ഇങ്ങനെ ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ടത്? ഋഷി ഓരോന്ന് ചിന്തിച്ച് ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ടു. ഇനി എന്ത് ചെയ്യുമെന്ന് ഋഷി ആലോചിച്ചു. അവനും ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. ആദ്യം ത്രൈ മീഡിയയിലേക്ക് പോകാം. ജയിലിൽ പോയിട്ട് 2 ആഴ്ചയായി. അവിടെ കമ്പനിയിൽ എന്തൊക്കെ സംഭവിച്ചുവെന്തോ. പെട്ടെന്ന് അവിടെ എത്തണമെന്ന ചിന്തയിൽ അവൻ ഓട്ടോ വിളിക്കാൻ മെയിൻ റോഡിലേക്ക് വന്നു. പെട്ടെന്നാണ് 2 കുട്ടികൾ ഋഷിയുടെ അടുത്തേക്ക് വന്നത്. ഋഷി അവരെ ചോദ്യഭാവത്തിൽ നോക്കി പുരികമുയർത്തി. ഋഷി, ഞങ്ങളുടെ ബോസ് പറഞ്ഞു നിന്നെ കൂട്ടി വരാൻ. അതിലുയരമുള്ള കുട്ടി ഋഷിയോടായി പറഞ്ഞു. ഏത് ബോസ്? എന്താ നിങ്ങളീ പറയുന്നത്? ഋഷി കാര്യം മനസ്സിലാവാതെ ചോദിച്ചു. അവിടെ എത്തുമ്പോൾ എല്ലാം മനസ്സിലാവും. അവർ ഋഷിയോട് കാറിൽ കയറാൻ ആംഗ്യം കാട്ടി. ഇതിനി ആരാകുമെന്ന ചിന്തയിൽ എതിർപ്പൊന്നും കൂടാതെ തന്നെ ഋഷി കാറിൽ കയറി. അരമണിക്കൂറിന് ശേഷം അവർ അവനെ നഗരത്തിൽ നിന്ന് അല്പം അകലെയുള്ള ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്നു. പുറത്തുനിന്ന് നോക്കിയാൽ ആ കെട്ടിടം മറ്റേതൊരു കെട്ടിടത്തെയും പോലെ വ്യത്യാസമില്ല എന്ന് തോന്നിക്കും. പക്ഷെ അകത്ത് കടന്നപ്പോഴാണ് അതൊരു ഹോട്ടലാണെന്ന് ഋഷിക്ക് മനസ്സിലായത്. വെൽക്കം മൈ ഫ്രണ്ട്. ഞാൻ പറഞ്ഞില്ലേ നീ പുറത്തു വന്നാൽ നിന്നെ ഞാൻ കാണുമെന്ന്. ഡാർവിൻ കൈ നീട്ടി വന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് തന്റെ പണിയായിരുന്നു ഡാർവിൻ ചേട്ടാ. ഞാൻ ഇവിടെ എത്തും വരെ എന്തൊക്കെ ആലോചിച്ചു. എന്തോ ശരിക്കും ഞാൻ പേടിച്ചുപോയി. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.